ഏതായാലും നമ്മുടെ പൊതു ചടങ്ങിലേക്ക് വീണ്ടും കടക്കുകയാണ്. നമുക്ക് RMORCCയുടെ പ്രസിഡന്റായ ഡോക്ടർ സി പ്രശാന്തിനെ എക്സൈസിലെ ഏറ്റവും രണ്ട് മഹത് വ്യക്തികളുടെ ഇരിപ്പുണ്ട്. പക്ഷെ എനിക്ക് പേടി എന്താണെന്നറിയോ, 2007 മുതൽ സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ഒപ്പം സഞ്ചരിക്കുന്ന ഡോക്ടറാണ്. അദ്ദേഹത്തിന് നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. എന്നെ കാണാൻ വന്നിട്ടുള്ള എൻ്റെ തലമുറയെയും ലക്ഷ്യമിട്ടുകൊണ്ട് ലഹരി വിമുക്തമായ ഒരു വരും തലമുറയെ വിഭാവന ചെയ്തുകൊണ്ട് ചെയ്തു വന്നിട്ടുള്ള ഓരോ പ്രവൃത്തിയും അത് സ്തുത്യർഹമാണ്. ഡാൻസ് ലൂസ് ബോയ്സിലെ അംഗമാണ് അനീഷ്, അദ്ദേഹത്തെയും ക്ഷണിച്ചു കൊടുക്കും. നല്ലൊരു കയ്യടി കൊടുക്കാം. ഒരു നല്ല കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ ഇന്നത്തെ അധ്വാനത്തിന്റെ ഫലമാണ് കൂടെപ്പിറപ്പായി കരുതി അവർ നൽകുന്നത്. ഈ സഹായം നൽകാൻ റോബിനും ഒപ്പം ചേരണം. ദീപു നവായിക്കുളവും റോബിനും കൂടി ഒപ്പം ചേരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു വീൽ ചെയർ കൂടി നൽകുകയാണ്. വളരെ വലിയൊരു കൈയ്യടി തന്നെ ഇതിനെ കൊടുക്കാം. ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു അവസരമാണ്. നല്ലൊരു കൈയ്യടി. സാറും മറ്റ് വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ, ഈ ഒരു മഹത്തായ കർമ്മത്തിന് ഈ പ്രഗത്ഭരായ ആളുകളോടൊപ്പം ഡോക്ടർ റോബിൻ ഞങ്ങളോട് 2 വാക്ക് സംസാരിക്കില്ലേ? ഞാൻ ഒരു തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പം നിങ്ങളെല്ലാവരും കാണാൻ പറ്റി. ഇതെനിക്ക് സത്യം പറയാൻ ഭയങ്കര സന്തോഷം തരുന്ന ഒരു നിമിഷമാണ്. അതുമാത്രമല്ല, വിങ്സ് ഓഫ് വുമൺ, ഒരുപാട് സ്ത്രീകളുടെ ഹാർഡ് വർക്ക്, അവരുടെ ആ ഒരു നല്ല ലക്ഷ്യത്തിലേക്കുള്ള മോട്ടീവും ആ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് കാരണം മാത്രമാണ് വിങ്സ് ഓഫ് ഫയർ ഇവിടെ, വിങ്സ് ഓഫ് വുമൺ ഇവിടെ വന്നിരിക്കുന്നത്. സോ വലിയൊരു കാര്യമാണ്. കാരണം നിങ്ങൾ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്. നിങ്ങളെ കൊണ്ടും പറ്റും. സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അങ്ങനെയൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, കാണിച്ചു കൊടുക്കണം. ഓക്കെ. സോ എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം, ഞാനൊരു ഇനോഗ്രേഷന് പോയപ്പോൾ എൻ്റെ അടുത്ത് വരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല, ഞാൻ വരുമെന്ന് തന്നെ പറഞ്ഞു. കാരണം എൻ്റെ ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്നുള്ളത്. സോ നിങ്ങൾ എൻ്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു എന്ന് ഒരുപാട് നന്ദി. ഇനി എനിക്ക് ഇവിടെ ധൈര്യമായിട്ട് വരാനും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഒരാളായിട്ട്. ഓക്കെ. ഒരുപാട് കുഞ്ഞുങ്ങളും അമ്മമാരും എല്ലാവരും മഴയത്ത് നിൽക്കുന്നുണ്ട്. ഒരുപാട് നീട്ടുന്നില്ല, പക്ഷെ ഒരുപാട് സന്തോഷം എനിക്ക് നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിൽ. അത് മാത്രമല്ല, ഇവിടെ വായനശാലയുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. സോ നമുക്ക് അറിവ് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. അത് ഞാനിപ്പം കുഞ്ഞു കുട്ടികളിൽ നിന്നാണെങ്കിൽ കൂടി ഞാൻ അറിവ് മാക്സിമം സമ്പാദിക്കാൻ ശ്രമിക്കും. കാരണം നോളേജ് ഈസ് പവർ എന്നുള്ളതാണ്. സോ ആ ഒരു ഇനിഷ്യേറ്റീവ് വളരെ വലിയൊരു കാര്യമാണ്. അതിനൊരു വലിയ ഹാറ്റ്സ് ഓഫ്. ഓക്കെ. സോ അത് മാത്രമല്ല, കുട്ടികളുടെ അടുത്ത് ഞാൻ പറയാണ്, നിങ്ങൾ നന്നായി പഠിക്കണം, നമുക്ക് നല്ലൊരു പ്രൊഫഷൻ വേണം, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു കരിയർ ബിൽഡ് ചെയ്യണം, പാഷൻ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പാഷൻ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ബ്രദറായിട്ട് ഞാനുണ്ടായിരിക്കും. ഓക്കെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു കാര്യത്തിൽ, നിങ്ങളുടെ കരിയറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പാഷന്റെ കാര്യത്തിലോ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു തടസ്സം ഉണ്ടെങ്കിൽ
ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നിലെത്താൻ പറ്റും. ഞാൻ നിങ്ങളെല്ലാവരും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്ത് വിടുന്നതായിരിക്കും. സോ അപ്പോൾ ഒരുപാട് സന്തോഷം. എന്താ പറയാ, ഒരു തിരുവനന്തപുരംകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ അഭിമാനപ്പെടുന്ന ഒരു സമയമാണ്, നിമിഷമാണിത്. ഈ ഒരു അവസരം ഒരുക്കിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഗസ്റ്റുകളുടെ കൂടെ ഈ ഒരു വേദി പങ്കിടാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം തോന്നുന്നു. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുക. എല്ലാവരും എന്താ പറയുക, ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഒരു നല്ല മനുഷ്യനാകാൻ ശ്രമിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമില്ല. എല്ലാവർക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. സോ നമുക്കൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയത് ആവർത്തിക്കാതിരുന്നാൽ മാത്രം മതി. അപ്പം എന്താ പറയാ, ഒറ്റ ജീവിതമേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, നല്ല മനുഷ്യനാവാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. Thank you the whole team of NSS team SME School. ഇനിയും ഇങ്ങനെയുള്ള നല്ല അവസരങ്ങൾ നിങ്ങളാൽ സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ്. അടുത്തതായി ദീപു നാവായിക്കുളത്തിനെ ആദരിക്കുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്, ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അമൃത ടിവിയുടെ ഷൂട്ടിന് ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അന്നും കുറെ ഈ ചായ കുടിക്കാനൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മള് പിന്നെ ഒരുപാട് നമ്മളെ പയ്യന്മാർ അത് മാത്രമല്ല, പിന്നെ ഇവിടെ ഒരു യൂട്യൂബിൽ ഒരു സംഭവം ചെയ്തിട്ടില്ലായിരുന്നു, ഒരു ഡാൻസ് ചെയ്തിട്ടിരുന്നു പയ്യന്മാര്. ഇവിടുത്തെ പയ്യന്മാരല്ലായിരുന്നു അല്ലേ? ആ ടീമുണ്ട് ഇവിടെ, അതുകൊണ്ട് ഓക്കെ. അപ്പൊ അതിനൊക്കെ നമ്മൾ കണ്ടതാണ്, ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഞാനും ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ കാണാൻ പറ്റിയുള്ളതൊക്കെ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കോമഡി മിമിക്രി ഒക്കെ നടന്നു. ഇപ്പോൾ അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിച്ചു. ഒരു സിനിമ ഇപ്പോൾ റിലീസായി, നമ്മുടെ ഭഗത് ഫാസിൽ നായകനായിട്ട് അഭിനയിച്ച മലയും കുഞ്ഞ് എന്ന് പറയുന്ന സിനിമയാണ്. സിനിമയിൽ ഒരു ചെറിയ വേഷം ഞാനും ചെയ്തു. ഇപ്പോൾ ഇനി ഒരു 5 സിനിമയും കൂടെ റിലീസാവാറുണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഇന്ന് എന്തെങ്കിലുമൊക്കെ ആവാൻ കഴിഞ്ഞത്, ഇപ്പോൾ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്. അതിന് എൻ്റെ രക്ഷകർത്താക്കളോടുള്ള എന്താണ് സ്നേഹം ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഒന്നും പറയുന്നില്ല. വളരെയധികം നന്ദി. ഈ ഒരു വിങ്സ് ഓഫ് വുമൺ എന്ന ഈ ഒരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന്റെ ഭാരവാഹികളോട് നന്ദി, നമസ്കാരം. അപ്പൊ ഞാൻ ഒരു മിമിക്രി കൂടെ അവതരിപ്പിച്ചിട്ട് നിർത്താം അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ കൂടുതലും ചെയ്യുന്നത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന്റെ ശബ്ദമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് കൈയടിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഓക്കെ, ശരി പറയട്ടെ. എടാ ഒന്നും പറയണ്ട, അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ. എങ്ങനെ ചിരിക്കാതിരിക്കും? പുള്ളിക്കാരന് ചിക്കൻ കുനിയോ പിടിക്കുമെന്ന് കരുതി നാട്ടിൽ നിന്ന് ദിണ്ടിഗലുള്ള മോളുടെ വീട്ടിൽ പോയതാ. അവിടെ വെച്ച് കാള കുത്തി മരിച്ചു. ഉറക്കപ്പായിൽ എഴുന്നേറ്റ് പശുവെന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ. ദോഷം പറയരുത്, കാളയുടെ ഒറ്റ കുട്ടിന് തന്നെ അമ്മാവൻ മരിച്ചു കൊടുത്തു. കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ ബലിയർപ്പിച്ച ആ മനസ്സിന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ, പിന്നെ കല്യാണം. എബിൻ ഗബ്രിയേൽ കോമഡി സ്റ്റാർസ് ഫെയിമാണ്. അദ്ദേഹത്തിന് റോബിൻ അതിനു മുമ്പായി ഇതിലെ കുറച്ച് പ്രതിഭകളെ ആദരിച്ചിട്ട് വേണം കൃതജ്ഞത പറയാനെന്ന് സംഘാടക സമിതി ആവശ്യപ്പെടുകയാണ്. എന്തായാലും നമുക്ക് ആ ചടങ്ങിലേക്ക് പോവാം. ആദ്യമായി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ അംഗമായി വന്ന ശ്രീകുട്ടനെ ക്ഷണിക്കുന്നു. അതിനായി റോബിന് നമ്മൾ പുരസ്കാരം കൊടുക്കാൻ. അടുത്തതായി KSC നടത്തിയ സെലക്ഷനിൽ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ സെലക്ഷൻ ലഭിച്ച വിവേകിനുള്ള പുരസ്കാരമാണ്.
ഏറ്റവും പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ് ശ്രീമതി തുളസി. വായനശാലയ്ക്ക് വേണ്ടി സ്വന്തം സ്ഥലം വിട്ടുകൊടുത്ത ഒരു വലിയ മനസ്സിനുടമയാണ്. നല്ലൊരു കൈയടി അമ്മയ്ക്ക് നമുക്ക് നൽകാം. ഒരുപാട് നന്ദി അമ്മ, ഇങ്ങനെ ഒരു വായനശാലയ്ക്ക് വേണ്ടി ഈ ഒരു അവസരം കൊടുത്തതിന്. കൃതജ്ഞത രേഖപ്പെടുത്താനുള്ള ഒരു സമയമാണിനി. അതിനായി വിങ്സ് ഓഫ് വിമന്റെ വൈസ് പ്രസിഡന്റായ ഗീതു ജെആറിനെ ക്ഷണിക്കുകയാണ്. ഒപ്പം ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വായനശാല ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ചടങ്ങാണ്. അത് റിബൺ മുറിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ടേക്ക് എത്തണമെന്നാണ് സംഘാടക സമിതി ആവശ്യം. ഇനി വിങ്സ് ഓഫ് വിമൻ ഇന്ന് ഉദ്ഘാടനം ചെയ്ത വായനശാല പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ നടക്കുകയാണ്. എല്ലാവരും എത്തണമെന്ന് തന്നെയായി അപേക്ഷിക്കുന്നു.
Dr. Robin ki jai! Dr. Robin ki jai! Dr. Robin ki jai! നിങ്ങളിൽ കൂടിയാണ് അവര് അടുത്തൊരു ജീവിതം മുന്നോട്ട് സ്പീച്ച് കുറച്ചിട്ടാക്കി ലൈവ് 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 പാട്ട്